നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഹൃദയ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയേറുന്നു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ഉജ്ജ്വല സ്മരണയ്ക്കായി ഇരിങ്ങാലക്കുട രൂപത ആരംഭിച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസിന്റെ 9ാം വാർഷിക സമ്മേളനം ബിഷപ്സ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ആരോഗ്യ സാഹചര്യങ്ങളിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയും പ്രസക്തിയും നാൾക്കുനാൾ ഏറി വരികയാണെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഓർമ്മിപ്പിച്ചു. വേദനിക്കുന്നവർക്കും ആലംബഹീനർക്കും കാരുണ്യത്തിന്റെ തണലേകാൻ ഹൃദയ പാലിയേറ്റീവ് കെയറിന് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ നീരത്ര സ്വാഗതവും ഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് നന്ദിയും രേഖപ്പെടുത്തി. ഫാദർ റിൻഡോ തെക്കിനിയത്ത് വാർഷിക റിപ്പോർട്ടും സെബി പറന്നിലം ഹോസ്പിസ് റിപ്പോർട്ടും സാജു പുത്തിരിക്കൽ ധനകാര്യ റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു. ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഇരിങ്ങാലക്കുട നോർത്ത്, സൗത്ത്, കൊടകര, ചാലക്കുടി, മാള, വെള്ളിക്കുളങ്ങര എന്നീ വിവിധ ശാഖകളിലെ പ്രവർത്തന റിപ്പോർട്ടുകൾ അതത് സ്റ്റാഫ് അംഗങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് എടത്തുരുത്തി താടിക്കാരൻ കുടുംബം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി നൽകിയ ഭൂമിയുടെ ഔദ്യോഗിക കൈമാറ്റ ക്രമവും നടന്നു. ഫാദർ ജോസ് മളിയേക്കൽ, ജോർജ് പാലത്തിങ്കൽ, CM പോൾ, ടോണി ചെറിയാൻ, വിൽസൺ കൂനമാവ്, ഡേവിസ് കണ്ണമ്പിള്ളി, ആനി ആൻഡു, ലിജി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു.